ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഇന്നും ദോശ അല്ലെങ്കിൽ ഇഡലി അങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉപ്പൊക്കെ ചേർത്ത് ഞാൻ അങ്ങോട്ടതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇഡലി പാത്രം പെട്ടെന്ന് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു. ആദ്യത്തെ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ പൂമോനൊക്കെ ദോശയല്ല ഇഷ്ടം. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കിയുള്ളൂ. അവൻ ലേറ്റായിട്ടാണ് എണീറ്റത്. ഇഡലി ഉള്ളത് ഞാനും ഡാഡിയൊക്കെ കഴിച്ചതിന് ശേഷം അവൻ പറഞ്ഞത്, അയ്യോ എന്നാൽ എനിക്ക് ഇഡലിയും സാമ്പാറും മതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ദോശയല്ലേ ഇഷ്ടം, അതുകൊണ്ട് നിനക്ക് കട്ടി പറഞ്ഞ ദോശയാണ് ഉണ്ടാക്കാൻ വരുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയതുമില്ല. അവന് എണീക്കുന്നുണ്ട് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് മാവ് അവിടെ എടുത്ത് വെച്ചിരുന്നേ. അപ്പോൾ ഇഡലി വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഇരിക്കുക. അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഇഡലി അങ്ങോട്ട് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വെച്ച് അതുകൊണ്ട് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നുണ്ടെ പറയാമായിരിക്കും ദോശ മതിയെന്ന്. എന്തുവന്നാലും ഇഡലിയൊക്കെ ഒഴിച്ച് വെച്ച് നമ്മുടെ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ കൊച്ചിനെ വിടാനായിട്ട് ഞാൻ രാവിലെ പാലങ്ങ് കാച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പിയായിട്ട് അവന് കൊടുക്കും. എന്നിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്നത്. കൊച്ചിന് കൊടുക്കാൻ കാപ്പി എടുത്ത് അവൻ്റെ ടിഫിനുള്ളത് ഞാൻ തയ്യാറാക്കിയതിന് ശേഷമേ ചിലപ്പം ചായ പോലും ഇടത്തുള്ളൂ. കാരണം ഈ ഒരു ടൈം ഒരു വല്ലാത്ത ടൈമല്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു 5:30 ആകുമ്പോഴത്തേക്കിന് അവനെ 5:30 മുമ്പേ എണ്ണിപ്പിക്കും. 6:10 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അതുകൊണ്ട് അവൻ്റെ ചെയ്തിട്ട് പിന്നെ വന്നിട്ടായിരിക്കും ബാക്കി ചെയ്യുന്നത്. ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യും, ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും. അപ്പോൾ ഇന്ന് എനിക്ക് സമയമില്ല. കാരണം ഞാനാണ് ഇന്ന് കൊണ്ടുവിടാൻ പോകുന്നത്. റേച്ചാൻ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് റേച്ചാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരല്ലേ. അപ്പം ഞാൻ ഇവന് എഗ്ഗ് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. 2 മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇത്തിരി സവാള ഇട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഈ ദോശയുടെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കും. എന്നിട്ട് ഇച്ചിരി നെയ്യാണെങ്കിൽ നെയ്യ്, ഓയിലാണെങ്കിൽ ഓയിൽ ഇങ്ങനെ എൻ്റെ പുറത്തിങ്ങനെ ഇതാക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ടൊമാറ്റോ സോസോടെ കൂട്ടി കൊടുക്കാമെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നും നമുക്ക് ടിഫിൻ കൊടുക്കുന്ന ഒരു ടാസ്ക് തന്നെ. അല്ലാതെ ചോറ് അങ്ങനെയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും ഇവിടെ അങ്ങനെ ചോറ് പരിപാടിയില്ല. അല്ലെങ്കിൽ പിള്ളേർ ചോറ് കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ ടൊമാറ്റോ റൈസോ എഗ്ഗ് റൈസോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആയിരിക്കും. ഈ ഫ്രൈഡ് റൈസ് പോലുള്ള അങ്ങനെയുള്ളതാണ് കൊണ്ടുവരുന്നത്, പുലാവ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനൊരു 2 എണ്ണം ഉണ്ടാക്കാമെന്ന് വെച്ച്. ഞാൻ അവനെയും വിട്ട് കണ്ടിൽ നേരം ചൊവ്വിന് വെളുത്തിട്ട് പോലുമില്ല. അവനെയും വിട്ടിട്ട് വന്നിട്ട് ഞാനൊരു ചായ ഇട്ട് വെച്ചിട്ടാണ് പോയെ. വന്നിട്ട് പിന്നെ ഡാഡിക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിക്കാനെടുത്ത്. എന്നിട്ട് ഞാൻ പോയി കഴിക്കട്ടെ ഇനി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ എന്തോ ഇതെന്നോ ഞാൻ പറഞ്ഞു, റേച്ച ലേറ്റായിട്ടാണ് വന്നേന്ന്. റേച്ച എന്നോട് പറയും, നീ എങ്ങ് ഉറങ്ങിക്കോ, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയെന്ന്. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ കിടന്ന് കണ്ണിലൊരു ഉറക്കം വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ചാടി എണീക്കുന്നത്. അയ്യോ റീച്ച എന്തിയെ വന്നു റീച്ച ഓഫീസിലാണെങ്കിലും ഞാനൊരു 5-8 പ്രാവശ്യമെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും, എന്തിയെ ഇറങ്ങിയോ. നമുക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലല്ലേ. ഇവരിവിടെ വന്നിവിടുന്ന് കിടന്നല്ലാതെ നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ എന്ന് റീച്ചാനാണ് കൊണ്ടുവിടുന്നത് കൊച്ചിനെ. അപ്പോൾ ഞാൻ ചിന്തിച്ച് കിടന്നോട്ടെ, നമ്മൾ വീട്ടിൽ ഇരിക്കുമല്ലേ, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താലും ഉച്ചയ്ക്ക് ഏതെങ്കിലും നമുക്കൊന്ന് കിടക്കാമല്ലേ. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഡാഡിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതെ വന്നിട്ട് കൊടുക്കാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ റീച്ചാനങ്ങ് പോവുകയാണെങ്കിൽ കൊച്ചിനെ വിട്ട് കഴിഞ്ഞാൽ ഡാഡിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുമായിരുന്നു. അവനെ ഒരു വിധത്തിൽ പെട്ടെന്ന് ഓടിപ്പോയി. നമ്മൾ നൈറ്റ് ഇട്ടല്ലേ രാത്രി കിടക്കുക, പിന്നെ ഡ്രസ്സൊക്കെ മാറണ്ടേ.
അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് വെപ്രാളത്തിൽ പോകണം. അതും അങ്ങനെ അവനെ വിട്ടിട്ട് വന്നിട്ട് ചിന്തിച്ച് ഞാനും മനുഷ്യരല്ലേ, ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് രാവിലെ ആയപ്പോഴത്തേക്കിന് എനിക്ക്, കാരണം 1 മണിക്കൂർ പോലും ഞാൻ ഉറങ്ങിയില്ല. റീച്ചാൻ വന്നപ്പം മണി 1:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവർ എന്നൊക്കെ പറയുന്നത് വന്നിട്ട് കിടന്നാൽ പിന്നെ അങ്ങ് ഉറങ്ങിക്കോളും, പിന്നെ ഒന്നും അറിഞ്ഞാലും അറിയില്ല. പക്ഷെ ഞാനങ്ങനെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എണീക്കും. അങ്ങനെ അത് ഞാൻ ചിന്തിച്ച് ഇനി എന്തോ ചെയ്യാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുക ഒരു വിധത്തിൽ കൊച്ചിനെ വിടണ്ടിയിട്ട് ഞാൻ എണീറ്റ് ഇതൊക്കെ ഇത്രയും ചെയ്ത് അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് വല്ലതും ചെയ്യണ്ടേ. പിന്നെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ച് എന്നാണ് ചെയ്തതുപോലെ ഈ എഗ്ഗ് സ്ക്രാമ്പിൾ പോലൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും റൈസ്, അതാകുമ്പോൾ ഇവിടെ പിള്ളേർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിനോട് എനിക്ക് അത്ര താല്പര്യം, എനിക്കൊരു ഇച്ചിരി ചോറോ ചമ്മന്തിയോ കിട്ടിയാലും മതി. എന്തോ അത് ചെയ്യാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് ഇവിടെ അച്ചാറും ഉണ്ട്, പപ്പടമൊക്കെ ഉണ്ട്, പിള്ളേർക്ക് അതുണ്ടാക്കി കൊടുക്കല്ലോ. പിന്നെ ഇച്ചിരി ഉറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് തീരെ വയ്യ, എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരുമോ തലകറങ്ങുമോ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നു. 1 മണിക്കൂർ പോലും ഞാൻ ഉറങ്ങിയില്ല. കാരണം 5 മണിയാകുമ്പോൾ എനിക്ക് എണീക്കണ്ടേ. കഴിച്ചാൽ വന്നു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ചില ദിവസം പറയും എനിക്ക് ഡിന്നർ വെക്കണ്ടെന്ന് മെസ്സേജ് ഇടും. കഴിച്ചിട്ടായിരിക്കും വരുന്നത് അവിടെ. കാരണം ജോലി കൂടുതലുണ്ടെങ്കിൽ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി വന്ന് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു ഞാനൊരു കോഫി അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കി വെക്കും. അഥവാ അങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി ചിലപ്പോൾ കുടിക്കും. ഈ ചാവി ഉള്ളതുകൊണ്ട് തന്നെ തുറന്ന് കയറും. അപ്പം ഞാൻ അന്നേരം പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ ഉറക്കവും ഇല്ലെന്ന്, അതുകൊണ്ട് എനിക്കുള്ള കുഴപ്പം. അല്ലെങ്കിൽ അങ്ങ് വന്ന് എന്നെ ഉറങ്ങുവാണെങ്കിൽ 1-2 മണിക്കൂർ ഞാനും ഉറങ്ങിയനായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇത് ചെയ്യാമെന്ന് വെച്ച്, അതാ ഇത്രയും ഇതായത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇതാ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കയറി ഇച്ചിരി നേരം 1-2 മണിക്കൂർ ഞാനൊന്ന് കിടന്നുറങ്ങി. ഞാനങ്ങനെ ഉരുളി വെച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി ഓയിലും ഇച്ചിരി നെയ്യോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ഒരു ഏലക്ക, ഇവിടെ ഏലക്ക അധികം ചേർക്കും, ഈ പോളിന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇച്ചിരി മണത്തിന് വേണ്ടി വേറൊരു പച്ചക്കറികളൊന്നും ഇല്ലല്ലേ, അതുകൊണ്ട് ഞാനൊരു ഏലക്ക ചേർത്തതാണ്. എന്നിട്ട് 1 ടീസ്പൂൺ ഷാജീര, പിന്നെ 2 ബേ ലീഫ്. ആ ബേ ലീഫ് വലിയത് ഞാനൊന്ന് 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരട്ടെ, ജീരകം ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് ഞാൻ 2 സവാള, ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതിൽ അതിലുണ്ട്, 2 കഷ്ണം ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇച്ചിരി പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഒത്തിരി അങ്ങ് വഴട്ടണ്ട. സവാളയുടെയൊക്കെ പച്ചപ്പൊന്ന് മാറട്ടെ, അതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി നേരം ഞാനൊന്ന് വാട്ടിയെടുത്തു. ഇതിലേക്ക് ഇപ്പം ഇത് വലിയ പാത്രമായതുകൊണ്ട് ഞാൻ ആ സവാളയൊക്കെ ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് ഇച്ചിരി കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടൊരു 5-6 മുട്ട ചേർക്കുന്നുണ്ടേ. അത് എനിക്കൊരു അബദ്ധം പറ്റി, ആ മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ടെങ്കിൽ ഇത്തിരി അങ്ങ് ചെറിയ പീസാക്കി ആയിപ്പോയി. പക്ഷേ ഒത്തിരി ചെറിയ പീസാക്കണ്ടായിരുന്നു, ഇച്ചിരിയും കൂടെ വലിയ പീസ് പോലെ വേണമായിരുന്നു. ഞാനൊരു 6 മുട്ട ചേർത്ത്, 6 5 ചേർത്തു. ഞാനപ്പോൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പം ബൗളിൽ ഓരോന്ന് പൊട്ടിച്ചാണ് ഞാൻ ഇടുന്നത്. കാരണം ഒരു പ്രാവശ്യം എനിക്ക് ഈ കഴിഞ്ഞിടെ തന്നെ ഞാൻ പൊട്ടിച്ചുടനെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ വേറൊരു മുട്ടയും കൂടെ പൊട്ടിക്കുമായിരുന്നു. ഇച്ചിരി റെഡ് കളർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 മുട്ടയും എനിക്ക് വേസ്റ്റായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റേണ്ടെന്നും പറഞ്ഞ് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് വീണ്ടും ആ ബൗളിൽ തന്നെ അടുത്തതൂടെ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ഒരു 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ഇച്ചിരി ഉപ്പ് മാത്രമേ ഞാൻ വിതറിയുള്ളൂ. എന്നിട്ട് ഞാനിത് തീ ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ചിരിക്കട്ടെ, മുട്ടയുടെയൊക്കെ മുകളൊന്ന് വേവാനായിട്ട്. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഒന്ന് പച്ചപ്പൊക്കെ അതിൻ്റെ മാറിയിട്ടുണ്ട്. അതൊന്ന് ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഞാൻ ആ നേരം കൊണ്ട് അപ്പുറത്തടുപ്പിൽ റൈസ് വേവിച്ചെടുത്തേ. അപ്പോൾ ഇത്രയും അങ്ങ് പൊടിയായിട്ട് പൊടിക്കണ്ടായിരുന്നു മുട്ട, ഇച്ചിരിയും കൂടെ ഒന്ന് നല്ല പീസായിട്ട് കിടന്നായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയി. അപ്പോൾ ഇതിലേക്ക് ഞാൻ റൈസ് കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് നെയ്യൂടെ. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെജിറ്റബിൾസ് കൂടെ ഒക്കെ ചേർക്കുമായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. പക്ഷേ വെജിറ്റബിൾസ് ഒന്നും എൻ്റെ ഇല്ലായിരുന്നു, അല്ലേലും അതൊന്നും കുത്തിയിരുന്ന് അരിയാനുള്ള മൂഡിലും അല്ലായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത്തിരി ഒന്ന് നോർമലായതിന് ശേഷം ഞാൻ പിന്നെ അടുക്കള ഇറങ്ങി വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത്
പിന്നെ പോളിന് നല്ല ചുമ. അപ്പം പച്ചമഞ്ഞൾ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഇടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഇളം ചൂടോടുകൂടി വെക്കുന്നുണ്ടേ. ത്രോട്ടിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലേ. അവനീ മഞ്ഞൾ വെള്ളം കുടിക്കാൻ മടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മോര് കാച്ചാനായിട്ട് തൈരങ്ങ് ഉടച്ച് വെച്ച്. അപ്പോൾ ഇന്ന് മോര് കാച്ചുന്നത് ഇത്തിരി തേങ്ങ അരച്ചിട്ടാണ്. അപ്പം ഞാൻ ആ തേങ്ങ അരപ്പിൻ്റെ അകത്ത് തേങ്ങ, മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി ഇത്ര അരച്ചിട്ട് അതൊന്ന് ഈ പാത്രത്തിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് അരപ്പെല്ലാം നന്നായി കുറച്ച് നേരം വേവിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ അരപ്പ് മാത്രമല്ല, ഇച്ചിരി വെള്ളം, ആ അരപ്പ് മിക്സിയൊക്കെ കഴുകിയ വെള്ളമുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് എനിക്ക് ഇങ്ങനെയുള്ള മോര് എനിക്കിഷ്ടമാണ്. ഈ ഓട്ടമോരെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർക്കാത്ത മോരുണ്ടല്ലേ, അതെന്നോട് എനിക്ക് അത്ര താല്പര്യമില്ല. ചിലപ്പോഴും കാണും ചുരുക്കം. പക്ഷേ ഈ മോര് എനിക്കിഷ്ടമാണ്, തേങ്ങ അരച്ച മോര്. അപ്പം ഞാൻ ഇതിലേക്ക് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് നന്നായി ഒന്ന് ഉലുവാപ്പൊടി അരപ്പൊക്കെ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ നമ്മൾ ഉടച്ചു വെച്ച മോരോട് ഒഴിച്ച് നന്നായി ഇങ്ങനെ ഇളക്കി ആ മോരിൽ നിന്ന് അറിയാമല്ലേ ഇങ്ങനെ പുക പോലെ വരുന്നുണ്ട്, ആവി പോലെ വരുന്നുടനെ പിന്നെ കടുക് വറുക്കും. ചില സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കടുക് വറുത്തിട്ടാണ് അരപ്പ് ചേർക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ല. ലാസ്റ്റിൽ കടുക് വറുക്കുമ്പോൾ ആ മുളക് പൊടിയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പം നല്ലൊരു രസമാണ് കാണാൻ. അതുകൊണ്ട് ലാസ്റ്റിൽ ചേർക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇത് ചെറിയ തീയിൽ കിടന്ന് അതൊന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. അരപ്പ് ഓൾറെഡി വെന്തു. അപ്പം ഇങ്ങനെ പുക പോലെ ആവി പോലെ വരാൻ തുടങ്ങിയുണ്ട്. ഞാൻ കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ട് തന്നെ അവർക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത്, ഈ ഞാനുണ്ടാക്കിയ എഗ്ഗ് ഫ്രൈഡ് റൈസ് പോലെ. പക്ഷേ എനിക്കിഷ്ടം ഇച്ചിരി. അപ്പം ഇന്നാളി മാങ്ങ അച്ചാറിന് വേണ്ടി മാങ്ങ വാങ്ങിച്ചോണ്ടേ ആ മാങ്ങയുടെ ഈ മാംസം ഉണ്ടല്ലോ, അകത്തെ മാംസം ഞാൻ എടുത്തില്ല. അതിങ്ങനെ ഞാൻ പീസാക്കി ഇങ്ങനെ വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ ചിന്തിച്ചൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന്. സാധാരണ പ്രൈസമ്മോന് ചമ്മന്തി നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് ചമ്മന്തി അരയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഞാൻ അങ്ങനെ ഇതങ്ങ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതുണ്ടാക്കണേ എൻ്റെ അടുത്ത് പറയും, മമ്മി ഇനി ഇങ്ങനെ ഉണ്ടാക്കണേന്ന്. അങ്ങനെ മാങ്ങയും വെച്ച് കാന്താരി ഒത്തിരി ഇല്ലാഞ്ഞിട്ട് ഞാൻ 2-3 പച്ചമുളക് കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് കാന്താരിയും കൂടെ ചേർത്ത്, കൊച്ചുള്ളി ഇല്ലായിരുന്നു, സവാളയായിരുന്നു ചേർക്കുന്നത്, മാങ്ങയും ചേർത്ത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇച്ചിരി കറിവേപ്പിലയും എല്ലാം കൂടെ 2 കഷ്ണം ഇഞ്ചി. അപ്പോൾ ആ ഇഞ്ചിയുടെ ഒന്നും ടേസ്റ്റൊന്നും അറിയാനൊന്നുമില്ല. പക്ഷേ ആ ചമ്മന്തി അവന് ഇഷ്ടമായി. ഞാൻ ചിന്തിച്ച് ഇതുണ്ടെങ്കിൽ മാങ്ങാ ചമ്മന്തി കൂട്ടി ഒന്ന് ചോറുണ്ടാന്ന്. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. കുറച്ച് കാന്താരി, അന്ന് ആ പച്ചയ്ക്ക് കാന്താരി കൊണ്ടുവന്നില്ലേ, അതെന്തോന്നില്ല ഇതുവരെ പന്നലായില്ല. അപ്പോൾ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഉപ്പിടെ ഇട്ടിട്ട് ഇതൊന്ന് ഞാൻ ഒന്ന് പൾസ് ചെയ്താണ് എടുക്കുന്നത്. കാബേജ് തോരൻ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നാളി മീൻ വാങ്ങിച്ചില്ലേ, ആ മീൻ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വറക്കാമെന്ന് വെച്ച്. അപ്പം രാത്രി ഫുഡ് അത് സൂപ്പറാണ്. അപ്പം ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കാബേജ് തോരനുണ്ട്. ഇനി മീനൂടെ വറക്കട്ടെ. അപ്പം ഞാൻ ചമ്മന്തിയും മീൻ വറുത്തതും കൂട്ടിയാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ മീനിൻ്റെ തലയുണ്ടായിരുന്നല്ലേ, ആ തല ഞാൻ ഞാൻ കടുക് നേരത്തെ വറക്കത്തില്ലായിരുന്നു. ആ പാത്രത്തിൻ്റെ അകത്ത് ഇച്ചിരി ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ പോലെ ഓരോ 2 തലയിട്ട് ഡീപ് ഫ്രൈ ആകുമ്പോൾ ഒത്തിരി സമയം എടുക്കത്തില്ല, പെട്ടെന്നത് വറുത്ത് എടുക്കും. ആ ഓയിലാണ് ഞാനിപ്പം മീൻ വറക്കാനായിട്ട് ഇട്ടേക്കുന്നത്. അതിൻ്റെ തല ഞാൻ ഇങ്ങനെ വറുത്തെടുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.